തിരുവനന്തപുരം വട്ടിയൂർക്കാവ് അരുവിപ്പുറം കടവിൽ 13-കാരൻ മുങ്ങി മരിച്ചു. അച്ഛനും സഹോദരനുമൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. ജിബിൻ JB വിവരങ്ങളുമായി ചേർന്നു. ജിബിൻ, എപ്പോഴായിരുന്നു ഈ അപകടം? ഇന്നുച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഇവിടെ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. മലയൻകീഴ് സ്വദേശിയായ അരുണാണ് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് മുങ്ങി മരിച്ചത്. അരുൺ അച്ഛനും സഹോദരനോടും ഒപ്പമാണ് ഇവിടെ ഉച്ചയ്ക്ക് കുളിക്കാനായി എത്തിയത്. നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും ഇവർ 3 പേരുടെയും ചെരുപ്പാണ് ഇവിടെയുള്ളത്. ഇവർ ഈ ഭാഗത്ത് നിന്ന് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇളയ മകനായ അരുൺ ഈ വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു. ഈ ചെരുപ്പിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ലിപ്പ് ചെയ്ത് വീണതിന് ശേഷമാണ് ഇവിടെ ഈ ആഴമുള്ള ഭാഗത്തേക്ക് വീണത്. ഇവർ 3 പേര് കുളിക്കാനായി എത്തിയ സമയത്ത് ഇവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഫയർഫോഴ്സ് സംഘം എത്തി അരമണിക്കൂറിന് ശേഷമാണ് ഈ ഒരു മൃതദേഹം ഇവിടെ നിന്ന് പുറത്തെടുക്കാനും സാധിച്ചത്. ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, അതായത് ഇവരുടെ കരച്ചിൽ കണ്ട് ഇവിടെ എത്തിയ ഒരു പ്രദേശവാസി നമ്മോട് ചേരുന്നുണ്ട്. ഇതെപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു സംഭവം? അപ്പോൾ അവർ കൊച്ചി ഇവിടെ നിന്ന് പോയത് അവർ ശ്രദ്ധിച്ച് കാണത്തില്ല. ഇവിടെ നല്ല ആഴം കൂടിയ സ്ഥലമാണ്, അടിയൊഴുക്കും കൂടുതലാണ്. അങ്ങനെ അവർക്ക് അച്ഛനും ചേട്ടനും നീന്താൻ അറിയത്തില്ല. അപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ കുളിക്കാൻ വന്നപ്പം ഇവർ കിടന്ന് കരയുമായിരുന്നു. ആ സമയത്ത് അവരടുത്ത് ചോദിച്ചു ഇറങ്ങി എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അവർ ഫയർഫോഴ്സിനെയും ആംബുലൻസിനെയൊക്കെ വിളിച്ചായിരുന്നു. അങ്ങനെയാണ് പിന്നെ ആൾക്കാർ വന്നു തുടങ്ങിയത്. ഈ പറയുന്നത് പോലെ തന്നെ, അതായത് ഈ ഒരു പ്രദേശത്തേക്ക് എത്താൻ പ്രധാനമായും 2 വഴികളാണുള്ളത്. അതിൽ ഒന്ന് നമുക്ക് ഈ വട്ടിയൂർക്കാവ് വഴിയും അതുപോലെ തന്നെ മറ്റൊരു ഭാഗം പേയാട് നിന്നും ഈ ഒരു സ്ഥലത്തേക്ക് എത്താം. അപ്പോൾ ഇവിടെ മുൻപും ഏകദേശം 12 പേരോളം ഈ ഒരു സ്ഥലത്ത് തന്നെ അപകടത്തിൽ മുങ്ങി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ബോർഡുകളൊക്കെ തന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഒഴുകുന്ന ഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവർ ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുകയും ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും ഈ ഒരു 13 വയസ്സുകാരനായ അരുണിനിപ്പോൾ ദാരുണമായ മുങ്ങിമരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്.